ബിഗ് ബോസ് അപ്ഡേറ്റ്. അപ്പോൾ നമ്മുടെ ടിക്കറ്റ് ഫിനാലയുടെ 8ാമത്തെ ടാസ്ക് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ആക്ച്വലി ഇത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഈ ടാസ്ക് കളിക്കുന്നവർ ഔട്ടാവുന്നു, വെറുതെ നിൽക്കുന്നവർക്ക് ഫസ്റ്റും സെക്കൻഡും തേർഡൊക്കെ കൊടുക്കുന്നു. ഇതെന്തൊരു ടാസ്ക് ഇത്? സത്യം പറഞ്ഞാൽ ഈ ടാസ്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ആക്ച്വലി കുറേ പേടിച്ച് നിൽക്കുന്നത്, അതായത് വെറുതെ നിൽക്കുന്ന ആൾക്കാർക്ക് തന്നെയാണ് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും തേർഡും കിട്ടിയത്. കാരണം ഇവർക്കറിയാം, അതായത് ഈ അർജുൻ, സായി, അഭിഷേകിനൊക്കെ അറിയാം നമ്മൾ അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യുമ്പോൾ തിരിച്ചിങ്ങോട്ട് അറ്റാക്ക് കിട്ടും. അതുകൊണ്ട് അവരവിടെ വെറുതെ നിൽക്കുക. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ഗെയിം വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ സത്യം പറഞ്ഞാൽ ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ സീല് വെച്ച് കളിച്ചവരെല്ലാവരും ഫെയർ ആയിട്ട് ഗെയിം കളിച്ചത്. ഈ അൺഫെയർ ആയിട്ട് നോക്കി നിന്ന ആൾക്കാർക്ക് പ്രൈസ് കൊടുത്തത് ആക്ച്വലി വളരെ ടിക്കറ്റ് ഫിനാലേക്കൊക്കെ അപ്പോൾ എന്താ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളതെന്നാണ് ഞാൻ ആലോചിക്കണേ. ഇങ്ങനെ വെറുതെ നിന്ന് ജയിക്കാനാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും അങ്ങനെ വെറുതെ നിന്നിരുന്നെങ്കിൽ ഈ ടാസ്ക് തന്നെ നടക്കില്ലായിരുന്നല്ലോ. ഇപ്പോൾ എല്ലാവർക്കും അർജുനൊക്കെ വെറുതെ നിന്ന പോലെ നിന്നാൽ പോരായിരുന്നോ? എന്തിനാ കഷ്ടപ്പെട്ട് ഇടിയും കൊണ്ട് അങ്ങോട്ട് ചെയ്ത് ഇങ്ങോട്ട് ചെയ്ത് സീല് വെച്ച് ഇനി അതിൻ്റെ പേരിൽ തർക്കിച്ച് വഴക്കാവുന്നു, ഔട്ടാവുന്നു, ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു? വെറുതെ നിന്നിരുന്നെങ്കിൽ അവരും ജയിക്കില്ലായിരുന്നോ? സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴാണ് ഈ ബിഗ് ബോസ് തന്നെ വെറുത്ത് പോകുന്നത്. ആക്ച്വലി ഒരു നല്ല ക്വാളിറ്റി ഉള്ളൊരു ഷോയാണ്, കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഷോയാണ്. ബാക്കി സീസൺസും ബാക്കി ലാംഗ്വേജസ് ഒക്കെ നമ്മൾ കാണുന്നതാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോ ആയിരുന്നു. പക്ഷേ ഇങ്ങനത്തെ എന്താ ഇവർ ഈ ഗെയിമൊക്കെ കൊണ്ട് എന്താ ഉദ്ദേശിക്കണേന്ന് എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനത്തെ ടാസ്ക് കൊടുക്കുമ്പോൾ എല്ലാവരും ചെയ്യണമായിരുന്നു. ഇതിപ്പോൾ കുറച്ച് പേര് അൺഫെയർ ആയിട്ട് കളിച്ചവർക്ക് കൊടുത്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ്. അതുപോലെ ഈ അർജുൻ്റെ കാര്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില ടാസ്ക് അർജുൻ മോശമാണെന്നല്ല പറയുന്നത്, എന്നാലും ചില ടാസ്കൊക്കെ അർജുൻ വിജയിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഭയങ്കര ഗെയിമറായിട്ടും വിന്നിങ് ക്വാളിറ്റി ഉള്ള ഒരാളായിട്ടും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. പലർക്കും അത് തന്നെ അഭിപ്രായം. പക്ഷേ നമുക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അർജുൻ്റെ PR ടീം വന്നിട്ട് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറയും. അതാണ് സംഭവം. ഇപ്പോൾ നമ്മളൊരു ഏഷ്യനെറ്റിൻ്റെ ഒരു പ്രൊമോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഇടുന്നതിന് വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ ഒരു 10-20 അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ള കമൻസ്. അർജുൻ ഒരു ഹാർട്ട്, അർജുൻ അടിപൊളി, അർജുൻ വിന്നർ, അർജുൻ ബെസ്റ്റ് പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ കുറേ കമൻസാണ്. ഇത് ആക്ച്വലി ഒരു PR-ൻ്റെ പണിയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പ്രൊമോയിൽ ചിലപ്പോൾ അർജുനെ കാണിച്ചിട്ടും കൂടി ഉണ്ടാവില്ല. പക്ഷേ അർജുൻ അങ്ങനെ ചെയ്തത് നല്ലത്, അർജുൻ ഇങ്ങനെ ചെയ്തത് നല്ലതെന്നൊക്കെ പറഞ്ഞാൽ കുറേ കമൻറ്റ് വരിക. പിന്നെ കോമൺ ആയിട്ട് അർജുൻ എന്ന് പറഞ്ഞിട്ട് ഹാർട്ട് ഇട്ട കമൻറ്റാണ് കൂടുതലും വരുന്നത്. ഇതിപ്പോൾ അർജുൻ ഉള്ള വീഡിയോയിലായാലും ഇല്ലാത്ത വീഡിയോയിലായാലും അർജുൻ്റെ പേരാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെ കുറച്ച് വോട്ട് ചെയ്യാൻ മാത്രമുള്ള ആൾക്കാരെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയതുകൊണ്ട് അർജുൻ അവിടെ നിലനിന്ന് പോകുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാണ്ട് ഗെയിം ആക്ച്വലി ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് ചെയ്യുന്നതോ ഇതൊന്നുമല്ല, അല്ലാണ്ട് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതും ഓരോ പ്രശ്നം വരുമ്പോൾ അതിന് ഒപ്പീനിയൻ പറയുന്നതും എന്നും പറഞ്ഞാൽ എല്ലാ വള്ളി എടുത്ത് തലയിൽ വെക്കണമെന്ന് പറയുന്നില്ല. പക്ഷെ അർജുൻ്റെ കാര്യത്തിൽ അർജുൻ അങ്ങനെ ആരോടും ഒരു പ്രത്യേകിച്ചൊരു ദേഷ്യമോ അങ്ങനെയൊന്നും ഇല്ലാണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ബാക്കിയുള്ളവരോട് ഇൻട്രാക്ട് ചെയ്യാറില്ല. ആകെ ഒരു ശ്രീജുൻ കോംബോ. ആ കോംബോ ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ വെറുതെ പേരിന് നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയിട്ടേക്കുന്ന ഒരു കോംബോ ആണ്. അല്ലാണ്ട് അവർ തമ്മിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ അവർക്കൊരു ഫ്രണ്ട് എന്ന നിലയിൽ തന്നെയാണ് രണ്ടുപേരും സംസാരിക്കുന്നത്. അല്ലാണ്ട് ഇവർക്കതൊരു ലവ് എന്നോ ആ ഒരു രീതിയിലേക്ക് ഇവരായിട്ട് പറയുന്നുമില്ല. ഈ കാണുന്ന പ്രേക്ഷകരാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലാണ്ട് ഇവർക്കായിട്ടൊന്നും തോന്നുന്നില്ല. ഇവർ രാത്രി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി രാത്രി പോയി കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് രാവിലെ ഒന്നുമില്ല, നമുക്ക് ഒരു ജസ്റ്റ് ഫ്രണ്ട്സാണ്, നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ വേറെ കാര്യങ്ങളാണ് സംസാരിക്കുന്നതെന്ന് പറയുന്നു. അതപ്പോൾ പിന്നെ രാത്രിയുള്ള സംസാരം ഒഴിവാക്കാം, രാവിലെ സംസാരിക്കാമല്ലോ. അതപ്പോൾ നമുക്ക് എന്തായാലും അറിയാം ഓഡിയൻസിനെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് പ്രിറ്റൻഡ് ചെയ്യണമെന്ന്. ഈ ശ്രീതു അവിടെ നിൽക്കുന്നത് തന്നെ ആക്ച്വലി ഈ ഒരു ഫേക്ക് കോംബോയും അതുപോലെ തന്നെ കുറച്ച് ക്യൂട്ട്നെസ്സും കൊണ്ട് മാത്രമാണ്. ശ്രീതുവിൻ്റെ അമ്മ വന്ന് നല്ല കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് പോയത്. അത് പറഞ്ഞ ഒരു ദിവസമായിട്ട് ശ്രീതു ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തു. അത് സംസാരിക്കാണ്ട് നേരത്തെ തുടങ്ങും. പക്ഷേ ശ്രീതുവിന് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് അവർ. അപ്പോൾ അത് ശ്രീതുവിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. പക്ഷേ ഒരു രീതിയിൽ അവർ കുറച്ച് കൺട്രോൾഡ് ആയതുകൊണ്ട് അത്ര വലിയ പ്രശ്നമില്ല. ജാസ്മിൻ ഗബ്രി കോംബോ പോലെ അത്ര പ്രശ്നമില്ലാണ്ട് പോകുന്നു. എന്നാലും ഈ ഗെയിം ഒരു വളരെ അൺഫെയർ ആയിട്ടുള്ള ഗെയിമായി പോയി. എന്തായാലും നമുക്ക് നോക്കാം. കാരണം ഈ ടാസ്ക് ആക്ച്വലി അഭിഷേക് ഇതിലും വലുതായിട്ട് അങ്ങനെ ഒരു പെർഫോമൻസ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സായിയുടെ ആയാലും സായിയും കുറേ ഗെയിംസൊക്കെ വിട്ടുകൊടുത്താണ് കളിക്കുന്നത്. അങ്ങനെ വിട്ടുകൊടുക്കാനാണെങ്കിൽ പിന്നെ ബിഗ് ബോസിൽ വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? സ്വയം ജയിക്കാൻ താല്പര്യമില്ല, മറ്റുള്ളവർ ജയിക്കുന്നത് കാണാനും മറ്റുള്ളവരുടെ സന്തോഷമാണ് വലുതെങ്കിൽ പുറത്തിരുന്ന് കളി കണ്ടാൽ മതിയായിരുന്നു. റിവ്യൂ ചെയ്യുന്നതായിരുന്നു സായിക്ക് നല്ലത്. ഇതിപ്പോൾ ഒരാളുടെ ഓപ്പർച്യൂണിറ്റി കളഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് എനിക്ക് മിക്കവാറും തോന്നുന്നത് ഈ സായി എങ്ങനെയെങ്കിലും ഈ നോമിനേഷൻ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ പണപ്പെട്ടി എടുക്കുന്ന ടാസ്ക് വരുമ്പോൾ കിട്ടുന്നതിൽ ഏറ്റവും കൂടിയ എമൗണ്ട് എടുത്തിട്ട് സായി പോവും. എന്നിട്ട് പറയാൻ പോകുന്നത് നന്ദനക്ക് കൊടുക്കും എന്നാണ്. കൊടുക്കുമെന്നേ നമുക്കറിയില്ല. മേ ബി അങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്. നന്ദനക്ക് ആ പണപ്പെട്ടി കൊണ്ടേ കൊടുത്ത് അങ്ങനെ ഒരു രീതിയിലായിരിക്കും സായി ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് സായിക്ക് വിന്നർ ആവാനുള്ള ആഗ്രഹം ഉണ്ടെന്നോ അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കണമെന്നുള്ള ഇതില്ല. വന്നു എന്തായാലും പറ്റുന്നത്രയും സർവൈവ് ചെയ്യാം, എന്നിട്ട് പോകാം എന്നുള്ളൊരു മൈൻഡിൽ സത്യം പറഞ്ഞ ഒരു റിസോർട്ടിൽ ടൂർ വന്ന ഒരു മൂഡാണ് സായിക്ക്.
അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഈ ഗെയിം അത്ര ഫെയർ ആയിട്ടൊരു ടിക്കറ്റ് ടു ഫിനാലേക്ക് പറ്റിയ ഗെയിമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഇതിലും കൂടി എന്തൊക്കെ ടാസ്ക് കൊടുക്കാം. പക്ഷേ ഈ ബിഗ് ബോസിൻ്റെ മേക്കേഴ്സ് ഈ സീസൺ പരാജയപ്പെടാൻ ഏറ്റവും വലിയ കാരണമാണ്. ഇത് ഇവർ മനസ്സിലാക്കുന്നുമില്ല. ഇവർക്കൊരു ഫിക്സഡ് വിന്നർ ഉണ്ടെങ്കിൽ ആ വിന്നർക്ക് എത്രയും വേഗം കപ്പ് കൊടുത്തിട്ട് ഈ സീസൺ അവസാനിപ്പിക്കുക. എന്നിട്ട് ഇനി ഇത് ചെയ്യുന്നെങ്കിൽ അടുത്ത വേറൊരു സീസൺ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ബെസ്റ്റിൽ ആ സീസണോട്, ആ ഒരു ഷോയിനോട് നീതി പുലർത്തിയത് കൊണ്ടുവരാൻ നോക്കുക. അതേ പറയാൻ പറ്റുള്ളൂ. ഈ ബിഗ് ബോസ് ലവേഴ്സ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന, ബിഗ് ബോസ് കാണുന്ന ആൾക്കാരെന്ന നിലയിൽ നമ്മൾ ഓഡിയൻസ് വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആണ്.